നൈറ്റ് ഓഫ് ആയിരുന്നേ. അപ്പൊ പെട്ടെന്ന് അടുത്തൊരു ഡിസിഷൻ ആയിരുന്നു, എന്നാ പിന്നെ ഒരു 1 ഡേ ട്രിപ്പ് അടിച്ചാലോ എന്ന്. എങ്ങോട്ടേക്കാന്നൊന്നും പ്രത്യേകിച്ച് പ്ലാൻഡ് അല്ല കേട്ടോ. സോ വയനാട് പോവാന്ന് വിചാരിച്ചു. 2 കുട്ടീസിനെയും കൂട്ടുന്നില്ല കേട്ടോ. സോ നമ്മൾ ഏകദേശം ഒരു 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു. പക്ഷെ നമ്മൾ പ്ലാൻഡ് അല്ലാത്ത ട്രിപ്പ് ആയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഇറങ്ങിയത്. റോഡിൽ അത്യാവശ്യം നല്ല റഷും കാര്യങ്ങളായി പോയിട്ടോ. സോ നമ്മള് മാങ്കാവാണ് ഈ സ്ഥലം വരുന്നത്. നമ്മള് മെഡിക്കൽ കോളേജ്, കുന്നമംഗലം, കൊടുവള്ളി ടു താമരശ്ശേരി അങ്ങനെയാണ് പോവാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പെട്രോൾ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഏകദേശം കുറച്ചങ്ങോട്ട് കൊടുവള്ളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അങ്ങ് വയനാടിന്റെ ആ കുന്നും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊരു ഭംഗിയാ നോക്കിക്കേ. എനിക്ക് എത്ര പ്രാവശ്യം പോയാലും പിന്നെയും പോയ ഇഷ്ടമുള്ള സ്ഥലമാണ് വയനാടും വയനാട്ടിലേക്കാളും. അങ്ങനെ നമ്മൾ മെല്ലെ ചുരം കയറുകയാണ്. ചുരത്തിന്റെ മുകളില് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. കുരങ്ങന്മാരൊക്കെ കുറവാണ്. സാധാരണ ഇവിടെ വരുമ്പോൾ നല്ല കുരങ്ങന്മാരുണ്ടാവും. ഈ കുരങ്ങന്മാരെ അല്ലാതെ നമുക്ക് തീരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ചുരത്തിന്റെ ഭംഗിയും ആ കോടയും മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നവംബർ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മള് 9th ചുരത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി നിർത്തിയിട്ട് താഴേക്ക് നോക്കി നിൽക്കുക. എന്തൊരു രസമാണെന്നറിയോ. ഇന്ന് നമ്മൾ വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലീസുകാർ സമ്മതിക്കാറില്ല. ഇന്നിപ്പോ ഇവിടെ ആരും ഇല്ല കേട്ടോ. സോ നമ്മൾ കുറച്ച് നേരം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്ത് രസാ നോക്കിക്കേ കാണാൻ. നമ്മൾ എങ്ങോട്ടേക്കാന്ന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല കേട്ടോ. ഇവിടുന്ന് നേരെ മുത്തങ്ങ ഫോറസ്റ്റ് കയറണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് 2-3 സ്ഥലം കൂടി കവർ ചെയ്യാണ്ട്. സോ അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് ഇതാ കയറി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് മുത്തങ്ങയിലേക്കാണ്. സോ സുൽത്താൻ ബത്തേരി റൂട്ടാണ് പോകുന്നത്. നമ്മൾ ഏകദേശം മുത്തങ്ങ ഫോറസ്റ്റ് എത്താനായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ, കാടിനോട് അടുത്തപ്പോഴൊരു രസം നോക്കിക്കേ. അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം മുത്തങ്ങ ചെക്ക് പോസ്റ്റിലേക്ക് എത്താനായേ. ഇതാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റ്. ഇവിടെ 4 വീലേഴ്സ് എല്ലാം പോലീസുകാർ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് കയറ്റി വിടുള്ളൂ. ഇത് നോക്കിക്കേ, ഈ കാടിന്റെ നടുവിലുള്ള ഒരു അമ്പലമാണ്. ഇത് ശ്രീരാമന്റെ അമ്പലം, പൊൻകോഴി ക്ഷേത്രം. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ സീതാദേവിന്റെ ഹനുമാന്റെ അമ്പലം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാട്ടിലേക്ക് കയറിട്ടോ. എനിക്ക് ഈ പ്രാവശ്യം പോയപ്പോ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം മുത്തങ്ങ കഴിഞ്ഞ് നമ്മളിപ്പോ ബന്ദിപ്പൂര് കയറാണ്. എനിക്ക് മുത്തങ്ങയെന്ന് പ്രത്യേകിച്ച് ഒരു ആനിമൽ സൈറ്റിങ്ങും കിട്ടിയില്ല കേട്ടോ. ബന്ദിപ്പൂരൊന്നും ഇപ്രാവശ്യം നല്ലോണം കിട്ടിയില്ല. അല്ലെങ്കിൽ എനിക്ക് നല്ല സൈറ്റിങ് കിട്ടാറുണ്ട്. എന്നിട്ട് നമ്മള് ഫുള്ളായിട്ട് പോയിട്ടില്ല, കുറച്ച് പോയിട്ടേ ഉള്ളൂ കേട്ടോ. പോയപ്പോ തന്നെ റോഡിന്റെ മുകളിൽ കുറെ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോ നമ്മള് കുറച്ച് മാൻകൂട്ടം കണ്ടു. ഇതൊക്കെ ഡോട്ടർ ഡിയേഴ്സ് ആണ്, കൊമ്പില്ലാത്ത ഡോട്ടർ ഡിയേഴ്സ് ആണ് ഇതൊക്കെ കേട്ടോ. അധികം കുട്ടികളാണ് ഇതൊക്കെ. നമ്മളെ വണ്ടി കണ്ടപ്പോ പിന്നെ അവരുള്ളോട്ടേക്ക് കയറി പോവാണ്. ഞാൻ കുറെ നോക്കി ഒരു ആനേനെങ്കിൽ കാണാൻ പറ്റുമെന്ന്, കാണണേയില്ല. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ വേറെ കുറച്ച് കൂട്ടം ഡോട്ടർ ഡിയേഴ്സ് കണ്ടു. ഇത് നല്ല കൊമ്പൊക്കെയുള്ള ടൈപ്പാണ്, കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഡിയേഴ്സ് ആണ്. അങ്ങനെ നമ്മള് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാനിറ്റോറിയത്തിലെത്തി. ഇവിടെ മോർണിംഗും ഈവനിങ്ങും വൈൽഡ് സഫാരി ഉണ്ട് കേട്ടോ, ജീപ്പും ബസ്സും ആയിട്ട്. സോ നമ്മള് എത്തിയപ്പോ കുറച്ച് ലേറ്റായി. നമുക്ക് ഈവനിങ് സഫാരി 5:30ക്കാണ്. നമുക്കത് പോകാൻ പറ്റില്ല, കാരണം അതൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും. സോ നമ്മൾ അതിന്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ചായക്കട കയറിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ആ വൈബൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. ഇനി അടുത്തത് എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനിങ് അവിടെ നിന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അടുത്തത് തിരുനെല്ലി പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. സോ നമ്മൾ വന്ന റൂട്ട് തന്നെ തിരിച്ചു പോയിട്ട് വേണം തിരുനെല്ലി പോവാന്. സോ അടുത്ത വീഡിയോയിൽ തിരുനെല്ലിയിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, എല്ലാരും തന്നെ കാണാം.